ശക്തിയോടെ ദൈവ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല രാത്രിക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 12ാമത് IPC ഫാമിലി കോൺഫറൻസിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിട്ട് ഇന്ന് രാത്രി ഹൃദയം നിറഞ്ഞ് കർത്താവിനെ സ്തുതികൾ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. സന്തോഷത്തോടെ ദൈവം ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുന്നു. യാത്രാക്ഷീണമൊക്കെയുള്ള ദിവസമാണെന്ന് അറിയാമെങ്കിലും കർത്താവ് രാത്രി നമ്മൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നതിൽ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഒരു രാജാവിൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളും പട്ടുപോയപ്പോൾ, പരാജയപ്പെട്ടു പോയപ്പോൾ, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ളൊരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ കൊച്ചൻ ജയിച്ചു. അവനിപ്പോൾ രാജാവിൻ്റെ മേശയിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് പറയാൻ ഒറ്റ വാക്യമുള്ളൂ: ഇത് രാജാവിൻ്റെ ദയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഓവർകം ചെയ്ത ഒരാളെ ഉള്ളത്. എന്തുകൊണ്ട് ഈ കോൺഫറൻസ് ഓവർകം ചെയ്ത കുറേ ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് ഇന്നുവരെ വന്നിട്ടില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നിറയപ്പെടുകയാണ്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഭിഷിക്ത ദൈവത്തിൻ്റെ ദാസന്മാർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ ജനം ഇവിടെയുണ്ട്. ഇന്ന് മുതൽ ഞായറാഴ്ച വരെ തുടർച്ചയായി നടത്തപ്പെടുന്ന യോഗങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് ദൈവം നമ്മുടെ മധ്യത്തിൽ അയക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രി കർത്താവിനെ സ്തോത്രം ചെയ്യണം. സമയം കർത്താവിനെ സ്തുതിക്കുന്നത് നല്ല കാര്യമാണല്ലോ. മറ്റൊന്നും അല്ലല്ലോ പറയുന്നത്, കർത്താവിനെ സ്തുതിക്കാനല്ലേ പറയുന്നത്. നമ്മുടെ ഉറക്കമൊക്കെ ഒന്ന് മാറട്ടെ. അല്പസമയം നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കണം. സ്തോത്രം. ജയിക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക, പരാജയപ്പെടാനില്ല. എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റിനോട് നീതി പുലർത്തേണ്ടത് കൊണ്ട് തിരുവെഴുത്തിൽ ഒരു വേദവാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന് 33-ാമത് വാക്യമാണ്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയിച്ച ഒരു കർത്താവിൻ്റെ അനുയായികളാണ് ഇന്ന് രാത്രി ഹാളിൽ വന്നിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. വിജയിച്ച ഒരു കർത്താവിൻ്റെ പിൻഗാമികളാണ് ഈ ഹാളിൽ വന്നിരിക്കുന്നത്. ലോകത്തെ ജയിക്കാൻ കഴിയുന്ന ഒരു ജയം. ഓവർകം ദ വേൾഡ്, ഓവർകമിങ് ദ വേൾഡ്. ലോകത്തിന്മേലുള്ള നമ്മുടെ ജയം എന്നുള്ളതാണ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം. അതിൽ നിന്നുകൊണ്ട് തന്നെ തിരുവെഴുത്തിലെ ചില ഭാഗങ്ങൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവസന പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഇന്ന് രാത്രി തൊട്ടടുത്തിരിക്കുന്ന ആളിന്റെ കുറ്റം കണ്ടുപിടിക്കാനല്ല, അച്ചായൻ അമ്മാമ്മയുടെ അമ്മാമ അച്ചായന്റെയും കുറ്റം കണ്ടുപിടിക്കുന്ന രാത്രിയല്ല. അവരുടെ കുറ്റം കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ജയത്തിനു വേണ്ടി തങ്ങളെ ഒരുക്കുന്ന രാത്രിയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. ആമേൻ. പാസ്റ്റർ വിശ്വാസിയുടെ കുറ്റം പറയുന്ന സമയമല്ല, വിശ്വാസി പാസ്റ്ററുടെ കുറ്റം പറയാനുള്ള സമയമല്ലത്. അവരവരുടെ കുറ്റം കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിച്ച ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് മനസ്സിലാവും? ഞാൻ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്, ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ രാവിലെ തന്നെ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. തന്റെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വേറൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ചു. അദ്ദേഹം ചാടി ഇറങ്ങി ഓടിച്ചെന്ന് മറ്റേ കാറിലുള്ള മനുഷ്യനോട് ചോദിക്കുകയാണ്: എടോ, എവിടെ നോക്കിക്കൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന്. ഇന്ന് 4ാമത്തെ കാറിലാണ് ഞാൻ ഇടിക്കുന്നത്. അവരവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു രാത്രിയായി ഇത് മാറണം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ക്രമീകരണത്തിലൂടെയുള്ള ഒരു ആത്മീയ ഉണർവിന് വേണ്ടിയാണ്. ആത്മാവ് പകരുന്നു 1000 പ്രാവശ്യം പറഞ്ഞാലും ആത്മാവ് പകരത്തില്ല. അകത്ത് കിടക്കുന്ന മാലിന്യങ്ങൾ പുറത്തു വരണം. ലോകം സഭയ്ക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ലോകം ഉപദേശത്തിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ലോകം ജീവിത വിശുദ്ധിക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ലോകം ദൈവസഭയ്ക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പോകാതെ ഒരു അനുഗ്രഹമില്ല. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് ചേർന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല. ആമേൻ. ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന ലോകമല്ല, തെറ്റിദ്ധരിക്കരുത്. നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ഈ ലോകത്തിലാണ്. ഇവിടെ നിന്നുള്ള ജയം എന്നൊക്കെ പറഞ്ഞാൽ ദൈവമക്കൾ തെറ്റിദ്ധരിക്കരുത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 75 പ്രാവശ്യം 75 ടൈംസ് ആവർത്തിച്ച് ലോകം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്.
അതിനെ 15 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. ദൈവമക്കളെ ശ്രദ്ധിക്കേണ്ട വാക്യമാണത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 15 പ്രാവശ്യം ലോകമെന്ന പദം യേശു ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് യേശു ലോകമെന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേദപുസ്തകം തരുന്ന അർത്ഥം എന്താണ്? 2 കാര്യം ആദ്യം പറയാം. ഒന്ന്, ലോകമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സകല സൃഷ്ടിപ്പിന്റെയും കൂടെ സംഗ്രഹമാണ്. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ സംഗ്രഹമാണ് ലോകമെന്ന പദം കൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. സംശയമുള്ളവർക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 24-ാം വാക്യം വായിച്ചാൽ നമുക്ക് ആ വാക്ക് മനസ്സിലാക്കാൻ കഴിയും. 2, ലോകമെന്ന് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ ജീവിക്കുന്ന ജനത്തെ കുറിച്ചാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ രാത്രി കർത്താവിനെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ ജയിക്കുകയല്ല. ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ ജയിക്കുകയല്ല, സഹജീവികളെ ജയിക്കുകയല്ല. അതിന് മറ്റൊരർത്ഥമുണ്ടെന്ന് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. 7 കാര്യങ്ങൾ പറയാം. നമ്പർ 1, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യം. വചനം ഇന്ന് രാത്രി നമ്മുടെ അകത്തേക്ക് വരട്ടെ. യോഹന്നാൻ 17:6 യേശു പറഞ്ഞു, നിങ്ങളെ ലോകത്തിൽ നിന്ന് ദൈവം എടുത്ത് ദൈവത്തിനായി കൊടുത്തിരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ എടുത്തിരിക്കുകയാണ്. യോഹന്നാൻ 17:6. യോഹന്നാൻ 17:11 ഇങ്ങനെ പറയുന്നു, ലോകത്തിൽ നിന്ന് എടുത്ത നമ്മളെ ദൈവം ലോകത്തിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ അനുഭവിക്കുന്ന ഓരോ ദൈവം ഇതിനെ ഉടനെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയില്ല, ലോകത്തിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. യോഹന്നാൻ 17:14 നമ്മൾ ലോകത്തിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ ലോകക്കാരല്ല. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒന്നുകൂടെ പറയാം. നമ്മളെ ലോകത്തിന്റെ അടുത്ത് ദൈവത്തിനായിട്ട് കൊടുത്തിരിക്കുന്നു. 2, നമ്മൾ ലോകത്തിൽ ആയിരിക്കുന്നു. 3, ദൈവം നമ്മളെ ലോകത്തിൽ വെച്ചിരിക്കുന്നെങ്കിലും നമ്മൾ ലോകക്കാരല്ല. 17:14 പറയുന്നു, ഈ ലോകം നമ്മെ വെറുക്കുന്നു. ഈ ലോകം നമ്മെ വെറുക്കുന്നു. 17:15 പറയുന്നു, ഈ ലോകത്തിൽ ദൈവം നമ്മളെ സെപ്പറേറ്റഡ് ആയിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 17:18 പറയുന്നു, ദൈവം ലോകത്തിലേക്ക് നമ്മളെ അയച്ചിരിക്കുകയാണ്. 17:20 പറയുന്നു, ഈ ലോകത്തോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ലോകത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ സമസൃഷ്ടികളെ അതിജീവിക്കുകയല്ല. ലോകത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ ഓവർകം ചെയ്യുകയല്ല എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. പിന്നെന്തിനാണ് ലോകത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ? ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 8:36. എല്ലാവരും ശ്രദ്ധിക്കണം. മർക്കോസ് 8:36. ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് പൊസിഷൻസ് ആൻഡ് ഗ്ലോറി ഉണ്ട്. വിളിക്കപ്പെട്ട ദൈവത്തിനെ ദൈവം വിളിച്ചിരിക്കുന്നത് ലോകം തരുന്ന പൊസിഷൻ നേടാനല്ല, ലോകം തരുന്ന പൊസിഷൻ നേടാനല്ല, ലോകം തരുന്ന ഗ്ലോറി നേടാനല്ല, ദൈവം തരുന്നത് നേടാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലായെന്ന് അറിയത്തില്ല. മർക്കോസ് 8:36. ലോകത്തിന്റെ പൊസിഷനോ ലോകത്തിന്റെ പൊസിഷനോ ലോകത്തിന്റെ ഗ്ലോറിക്ക് പിന്നാലെ ഇന്ന് രാത്രി നീ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഓവർകം ചെയ്യാനാണ് ഈ യോഗ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്പർ 2, യാക്കോബ് 1:27 വാക്യം. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് വിധവമാരെയും അനാഥരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ ജീവിക്കുന്നതുമാണ്. സ്നേഹിത, നിനക്കൊരു ദൈവമൈതലായി ജീവിക്കാൻ കഴിയണമെങ്കിൽ കളങ്കം പറ്റാതെ ജീവിക്കണം. കാരണം ലോകത്തിന് കളങ്കമുണ്ട്. ഹലോ. നമ്പർ 3, 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിനൊരു സിസ്റ്റം ഉള്ളപ്പോൾ തന്നെ ലോകത്തിനൊരു സിസ്റ്റമുണ്ട്. ലോകത്തിനൊരു സിസ്റ്റമുണ്ട്. നമ്പർ 4, ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ മറന്നു പോകാതെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിന് മോഹമുണ്ട്. ലോകത്തിന്റെ മോഹം, ലസ്റ്റ് ഓഫ് ദ വേൾഡ്, അത് നമ്മളെ കീഴടക്കാൻ സാധ്യതയുണ്ട്. എഫേസ്യർ 6:12 ഇങ്ങനെ പറയുന്നു, ലോകത്തിന് ഫോഴ്സസ് ഉണ്ട്, ഈവിൾ ഫോഴ്സസ് ഉണ്ട്. മറക്കരുത്. പൊസിഷൻസ്, ഗ്ലോറി, സിസ്റ്റം, ലസ്റ്റ്, ഫോഴ്സസ്, ഇതൊക്കെ ഒരു ദൈവമൈതലിനെ തകർക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഞാൻ വായിച്ച കുറിവാക്കി നിങ്ങളുടെ മനസ്സിൽ വന്നെന്ന് ഞാൻ കരുതുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:33. എത്ര ഭക്തനായി ജീവിച്ചാലും എത്ര വിശുദ്ധനായി ജീവിച്ചാലും നിന്നെ തകർക്കാനായി ആമേൻ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വരുന്ന ആമേൻ പ്രതികൂലങ്ങളുണ്ട്, ലോകത്തിലെ കഷ്ടങ്ങളുണ്ട്. എന്നാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു കൃപ എന്റെ മേൽ വ്യാപരിക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? ഈ പൊസിഷനെയോ ഈ ഗ്ലോറിയെയോ ഈ സിസ്റ്റത്തെയോ ഈ ലസ്റ്റിനെയോ ഈ ഫോഴ്സസിനെയോ കീഴടക്കാൻ കഴിയുന്ന ഒരു ആത്മവ്യാപാരം എന്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാതെ പോകരുത്.
നിങ്ങളെ ലോകത്തിലാക്കിയിരിക്കുക. ലോകത്തിലാക്കിയിരിക്കുന്നെങ്കിൽ ഐസൊലേറ്റഡ് ലൈഫല്ല നമുക്കുള്ളത്, ഇൻസുലേറ്റഡ് ലൈഫാണ് നമുക്കുള്ളത്. ഈ യോഗത്തിന്റെ നടുവിലൂടെ ഒരു ഇലക്ട്രിക് കമ്പിയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെങ്കിലും ആരുടെയും ശരീരത്തിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്തതിന്റെ കാരണം ആ കമ്പിയെ ഇൻസുലേറ്റ് ചെയ്തിരിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവേദനയോട് ഞാൻ പറയാം, സ്വയമായി നിന്നതല്ല, ദൈവത്തിന്റെ കൃപ നിന്നെ ഇൻസുലേറ്റ് ചെയ്തതാണ്. എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? 2 വർഷങ്ങൾക്ക് ശേഷം വീഴാതെ വന്ന ഒരു കോൺഫറൻസിലൂടെ അറ്റൻഡ് ചെയ്യാൻ കൃപ ലഭിച്ച ഏതെങ്കിലും ഒരു ദൈവവേദന ഹോളിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്റെ കഴിവുകൊണ്ടല്ല, എന്നെ ഇൻസുലേറ്റ് ചെയ്ത ദൈവത്തിന്റെ കൃപയാണെന്ന് വിശ്വസിക്കുന്ന ദൈവവേദന ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയാതെ പോകരുത്. God's recipe for overcoming the world. ലോകത്തെ അതിജീവിക്കാൻ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്പർ 1 ദൈവത്തിന്റെ കൃപയാ. അച്ഛാ കൃപയാ ഇത്. പ്രൈസ് ദി ലോർഡ്. അമ്മേ ഇത് കൃപയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയുടെ മാധുര്യം വ്യാഖ്യാനിക്കാൻ എനിക്ക് സമയമില്ല. വളരെ ഗൗരവമാണ് ദൈവമക്കളെ ശ്രദ്ധിക്കണം. ഓരോ നിമിഷം നമ്മൾ ഓവർകം ചെയ്യുന്നെങ്കിൽ, ലോകത്തെ അതിജീവിക്കുന്നെങ്കിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. അസാധാരണമായ എത്ര പേർക്ക് മനസ്സിലായെന്നറിയത്തില്ല, അസാധാരണമായ ഒരു ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം കഴിഞ്ഞ നാളുകളിൽ എന്റെ മേൽ പകർന്നെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഹോളിലുണ്ട്? അവർ അല്പസമയം ശബ്ദമേറി കർത്താവിനെ സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രസംഗത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, അവന്റെ ജീവിത വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, അവൻ എന്റെ കഴിവിന്റെ കൂടുതൽ കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. നമ്പർ 2 ആമേൻ വിശ്വാസമാണ്. നമ്മൾ കേട്ട വാക്യം, നിങ്ങൾ എനിക്ക് മുമ്പേ പ്രസംഗിച്ച ദൈവദാസൻ വായിച്ച വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ലോകത്തെ ജയിച്ച ജയമോ ആമേൻ നമ്മളിൽ വ്യാപരിക്കുന്ന വിശ്വാസം തന്നെ. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ വിശ്വസിക്കുന്നത് വസ്തുതകളെയല്ല, വിശ്വസിക്കുന്നത് വ്യക്തിയാണ്. ഏത് വ്യക്തിയാണ് വിശ്വസിക്കുന്നത് അറിയാമോ? പരാജയപ്പെട്ട ഒരു വ്യക്തിയല്ല, ലോകത്തെ ജയിച്ചൊരു വ്യക്തിയാണ് വിശ്വസിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ജയിച്ച ആളിനെ വിശ്വസിക്കുന്ന ദൈവവൈദ്യനോട് ഞാൻ ഉറപ്പായി പറയാം, ആ വിശ്വാസം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജയാളികളായി തീരും. നമ്പർ 3 പ്രാർത്ഥനയാണ്. മുട്ടുകുത്തി കണ്ണടച്ച് കണ്ണുനീർ പൊഴിച്ചപ്പോൾ ലോകം പറഞ്ഞു നീ പരാജയപ്പെട്ടു പോയത്, പക്ഷെ ദൈവം പറഞ്ഞു നീ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായെന്നറിയത്തില്ല. ഒന്നുകൂടെ പറയാം, നിന്റെ പ്രാർത്ഥന നിന്നെ വിജയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അച്ചായ ഒരു വാക്ക് പോലും പറയാതെ നീ ഹൃദയം കൊണ്ട് നുറുങ്ങി ദൈവസന്നിധി കരഞ്ഞ ആ കണ്ണുനീര് മുഴുവൻ ദൈവം കണ്ടിട്ട് കഴിഞ്ഞ നാളുകൾ നിനക്ക് വിജയം തന്നെങ്കിൽ, സഹോദരി ദൈവം നിനക്ക് വിടുതൽ നൽകിയെങ്കിൽ, ഇന്ന് രാത്രിയിൽ നീ സ്ട്രഗിൾ ചെയ്യുന്ന ആമൻ ലോകത്തിന്റെ ശക്തിയുടെ മേൽ നിനക്ക് ജയം തരാൻ ആമൻ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഹോളിൽ എഴുന്നള്ളി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ട്. അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നമ്പർ 4 വിശുദ്ധ ജീവിതമാണ്. യോഹന്നാൻ നീതിയും വിശുദ്ധിയും ഉള്ളവനായിരുന്നു, അതുകൊണ്ട് ഹെരോദാവ് ഭയപ്പെട്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ ഒരു അത്ഭുതവും കാണിച്ചിട്ടില്ല. യോഹന്നാന്റെ വാക്കുകൾ പരിക്കൻ വാക്കുകളായിരുന്നു. പക്ഷെ ഹെരോദാവ് ഭയപ്പെട്ടതിന് കാരണം ജീവിത വിശുദ്ധിയായിരുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. 5-ാമത്തെ കാര്യം, എങ്ങനെ വിജയിക്കാം? ദൈവത്തിന്റെ വചനത്താൽ. എല്ലാം പരാജയപ്പെട്ടാലും പരാജയപ്പെടാത്തൊരു പുസ്തകം ഇന്ന് രാത്രി എന്റെ കയ്യിലുണ്ടെന്ന് വിശ്വസിക്കാത്ത ദൈവങ്ങളിലൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പുസ്തകങ്ങൾ പരാജയപ്പെട്ടു, പക്ഷെ തിരുവെഴുത്ത് ഇന്ന് രാത്രി വരെ പരാജയപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവം ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 6-ാമത്തെ കാര്യം, നമുക്ക് വിജയം തരുന്നത് പരിശുദ്ധാത്മാവാണ്. പെന്തിക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ പകർന്ന ദൈവത്തിന്റെ ആത്മാവ് ഒരു ദിവസം നിന്റെ മേൽ ദൈവം പകർന്നു തന്നു. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവം കൃപ തന്നു. ആരാധനയിൽ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവിനെ തന്നത്, ജീവിതത്തിൽ ജയം വരിക്കാനാണ്, ലോകത്തെ ജയിക്കാനാണ് ദൈവം നിനക്ക് തന്നെ ആത്മാവിനെ തന്നെന്ന് വിശ്വസിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഹോളിലുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം പറയാതെ പോകരുത്. നിന്റെ സമർപ്പണമാണ് നിനക്ക് ജയം തരുന്നത്. നമ്മുടെ വരുന്നു അദൃശ്യ ലോകവും ദൃശ്യ ലോകവും. 2 ലോകങ്ങൾ തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുക. വേഗം ശ്രദ്ധിക്കണം, 2 ലോകങ്ങൾ തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുക. അദൃശ്യ ലോകമുണ്ട്, ദൃശ്യ ലോകമുണ്ട്. അദൃശ്യ ലോകത്തിൽ ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവമക്കൾ വളരെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് സ്പിരിച്വലാണ്, അത് ആത്മീയമായ ലോകമാണ്. ആമേൻ. അവിടെ ദൈവത്തിന്റെ സൈന്യമുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഈ വിസിബിൾ വേൾഡ് എന്ന് പറയുന്നത് ടെമ്പറലാണ്, ഇത് എർത്തിയാണ്. ഇത് തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിസിബിൾ വേൾഡ് നിന്നെ എപ്പോഴും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരു
ഇൻവിസിബിൾ വേൾഡിനപ്പുറത്ത് നിനക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെന്ന് ഈ രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. ആമേൻ. യുദ്ധം നീ അല്ല ചെയ്യുന്നത്. ആമേൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്യം ഞാൻ പറയാം. ഗോലിയാത്തിന്റെ നേരെ ദാവീദ് ചെല്ലുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, യഹോവയ്ക്കാണ് യുദ്ധമുള്ളത്. ഇന്ന് രാത്രി അക്ഷയ നീ പരാജയപ്പെട്ടാതെ നിന്നതിന്റെ കാരണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യം ഉയരത്തിലുണ്ടായിരുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് മനസ്സിലാക്കുന്നുണ്ട്? നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യം ഉയരത്തിലുണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എബ്രായ ലേഖനം 11-ാം അധ്യായം, ഞാൻ വേഗം പറയുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ കുറിച്ച് പറയുന്നത് ഗാലറി ഓഫ് ഫെയ്ത്ത് എന്നാണ്. വിശ്വാസ വീരന്മാരുടെ ചിത്രമണ്ഡപം എന്നാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം പറയുന്നത്. ആദ്യം 11 പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, 11 ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. ഓരോരുത്തരെ കുറിച്ച് ഞാൻ വേഗത്തിൽ പറയാൻ പോവുകയാണ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ആള് ആബേലാണ്, ഏബേൽ. ഹാബേലിനെ കുറിച്ച് പറയുന്നത് ഏബേൽ ഹു ഓവർകെയിം ദ പ്രൈഡ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ അഹന്തയെ അതിജീവിച്ച ആളായിരുന്നു ഹാബേൽ. രണ്ടാമത്തെ ആളാണ് ഈനോക്ക്. ഹാനോക്കിനെ കുറിച്ച് പറയുന്നു ഓവർകെയിം ദ പ്രോഗ്രസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിന്റെ അതിപ്രസരത്തെ അതിജീവിച്ച ആളാണ്. മൂന്നാമത്തെ ആള് നോഹയാണ്. ശ്രദ്ധിച്ചോണം നിങ്ങൾ. എബ്രായർ 11 വായിച്ചു നോക്കിയാൽ മതി. നോഹയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഓവർകെയിം ദ പൊല്യൂഷൻ ഓഫ് ദ വേൾഡ്. അടുത്തത് ഏബ്രഹാമാണ്. ഏബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഏബ്രഹാം ഓവർകെയിം ദ പ്രോസ്പെക്ട് ഓഫ് ദ വേൾഡ്. നെക്സ്റ്റ് വൺ സേറയാണ്. സേറ ഓവർകെയിം ദ പാരാലിസിസ് ഓഫ് ദിസ് വേൾഡ്. അടുത്തത് ഐസക് ആണ്. ഐസക് overcame the passions of the world. Jacob overcame the perspective of the world. Moses' parents overcame the princes of the world. Moses overcame the power of the world. And Rahab overcame the punishment of this world. ഇന്ന് രാത്രികാലം ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഈ മുഴുവൻ കാര്യത്തിന് മേലും ജയമെടുക്കാനാണ്. ശ്രദ്ധിക്കുക. ഈ ഗാലറി ഓഫ് ഫെയ്ത്തിൽ ഇരിക്കുന്ന വിശ്വാസ വീരന്മാരെ 11 പേരുടെ കാര്യം ഞാൻ പറഞ്ഞു. അടുത്ത് എഴുതിയിരിക്കുന്നത് ഇനി കൂടുതൽ എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് കുറെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഇന്ന് രാത്രി ഞാൻ സമയമെടുക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന ഈ കോൺഫറൻസിന്റെ 1ാമത്തെ രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന് അറിയിക്കാനുള്ള ദൈവത്തിന്റെ അരുളപ്പാടിതാണ്. ആമേൻ. ലോകം വേൾഡ്ലിനെസ് ആമേൻ നാം അറിയാതെ നമ്മുടെ സഭയ്ക്കകങ്ങളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. വേൾഡിനെസ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നാം അറിയാത്ത ലോകമയത്വം സഭയ്ക്കകത്തേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. ദൈവമഹത്വവും വേൾഡിനെസ്സോട് ഒരുമിച്ച് പോകത്തില്ല. എത്ര ജമ്പ് ചെയ്തെന്നല്ല ദൈവം നോക്കുന്നത്, നിന്റെ ഹൃദയവും ദൈവമായിട്ട് എത്ര ബന്ധമുണ്ടെന്നാണ് ദൈവം നോക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ഞാൻ പറയാ, നീ എത്ര ഉച്ചത്തിൽ അല്ലേലിയ പറഞ്ഞെന്ന് ദൈവം നോക്കുന്നില്ല. അതിനേക്കാൾ ദൈവത്തിന് ഇന്ന് രാത്രി ആഗ്രഹമുള്ളത് നിന്റെ ഹൃദയത്തിനകത്ത് ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ എന്നാണ് വിശ്വസിക്കുന്ന ദൈവം. ഇതിലെ ഇന്ന് രാത്രിയിൽ അവൻ ദൈവം പറയുന്നു, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ കുറെ സഭകളിലെങ്കിലും ഉണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എന്ത് ചെയ്തിട്ടും എന്ത് പറഞ്ഞിട്ടും എങ്ങനെ ജീവിച്ചിട്ടും സഭാരാധനയിൽ ആത്മീകം നടിക്കുന്ന നമ്മളെ നോക്കി രാത്രി ദൈവം പറയുകയാണ്, നിനക്കൊരു വിജയം ആവശ്യമുണ്ട്, നിനക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട്. ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയിലെ സകല ലോക്കൽ സഭകളിലെയും സകല ദൈവഭക്തന്മാരോടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് ലോകമയത്വം വിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ആത്മീയന്മാരെ ഭരിക്കുന്നത് അനാത്മീയന്മാരാകരുത്. ദൈവസഭയെ ഭരിക്കുന്നത് ആത്മനിർഭരമുള്ള ദൈവമക്കളായിരിക്കണം. നിന്റെ വാദയ കസർത്ത് കൊണ്ടല്ല സഭ ഭരണം നടക്കേണ്ടത്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എഹെസ്കേൽ പ്രവചനം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം ഞാൻ സമയമെടുക്കാതെ വായിക്കാതെ പറഞ്ഞു കേൾപ്പിക്കാം. യെരൂശലേം നഗരത്തിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ കണ്ടുകൊണ്ട് കരയുന്ന കുറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞ അവരെ മുദ്രയിടാൻ. കുഞ്ഞെ, നിന്റെ പേരെങ്ങും പ്രിന്റ് ചെയ്ത് വന്നിട്ടില്ല, പക്ഷെ ആത്മാവ് നിന്നെ മുദ്രയിട്ട് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നറിയാമോ? ഈ തിന്മകളെ കണ്ടുകൊണ്ട് പരാതി പറയുന്നവനായിട്ടല്ല, ഈ തിന്മകളെ കണ്ടുകൊണ്ട് കരയുന്നവനാണ് നീ, കരയുന്നവളാണ് നീ. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? സഭകൾക്കകത്ത് നടക്കുന്ന അനാത്മീക പ്രവണതകൾ കണ്ടുകൊണ്ട് കരയുന്നവരെ ദൈവമക്കളെ ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. IPC 12ാമത് ഫാമിലി കോൺഫറൻസിന്റെ 1ാമത്തെ രാത്രിയിൽ അങ്ങനെ കുറെ പേർ വേർതിരിക്കപ്പെടുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. Praise the Lord, praise the
എത്ര പേർക്ക് ഇന്ന് രാത്രി സ്വതന്ത്രം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ദൈവസഭകളെ നയിക്കേണ്ടത് സോഷ്യൽ മീഡിയാസ് ആകരുത്. ദൈവസഭകളെ നയിക്കേണ്ടത് മാനുഷിക ആലോചനകളാകരുത്. കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചു വരുന്ന അഭിഷിക്തന്മാർ വേണം സഭയ്ക്ക് ആലോചന കൊടുക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവവൈതലിനോട് ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ളത്, പവർ കറപ്റ്റ്സ്. അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരമകത്ത് വന്നാൽ അത് കറപ്റ്റ് ചെയ്യും. അത് കറപ്റ്റ് ചെയ്യാതിരിക്കാൻ കൃപയിൽ നിൽക്കാൻ ദൈവം ഇന്ന് രാത്രി നമ്മളെ സഹായിക്കട്ടെ. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? ലോകമയത്വം സഭയ്ക്കകത്ത് കയറാൻ പാടില്ല. ആമേൻ. ഒരു വശത്തെ അഭിഷിക്തന്മാര് കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർഗം നോക്കുന്നത് ആരെയാണെന്നറിയാമോ? മിടുക്കന്മാരെയല്ല, സ്വർഗം നോക്കുന്നത് അഭിഷിക്തന്മാരെയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കർത്താവിന് ഒരു സ്തോത്രം പറയുമെന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിന് ഇന്ന് രാത്രി ആവശ്യമുള്ളത് ആമേൻ കുറെ അഭിഷിക്തന്മാരെയാണ്. ആമേൻ. യെരൂശലേം നഗരത്തിനകത്ത് നടക്കുന്ന മ്ലേച്ഛത കണ്ടുകൊണ്ട് കരയുന്ന കുറെ ദൈവമക്കളെ ദൈവത്തിന് ആവശ്യമുണ്ട്. സഭകളെ കാർന്നു തരുന്ന ക്യാൻസർ രോഗത്തിന് പുറമേയുള്ള ഓയിൽമെന്റ് പോരാ. ഇന്ന് രാത്രി ഒരു സർജറി ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഹോളുണ്ട്? ഹല്ലേലൂയ. ഒരു സർജറി വേണം, ഒരു റേഡിയേഷൻ വേണം, ഒരു കീമോതെറാപ്പി വേണം. കാരണം ക്യാൻസർ ഇതിനെ ബാധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ സർജറി ചെയ്യാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമല്ലേ, നിന്നെ കൊണ്ട് ജയിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം പറയണം. ഈ കോൺഫറൻസ് മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് ദൈവം അടുപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ഇത് അമേരിക്കയിൽ മാത്രമല്ല, ഗൾഫ് നാടുകൾ മുഴുവൻ, ഭാരതം മുഴുവൻ, സകല മലയാളി പെന്തക്കോസ്തുകാരും ജീവിക്കുന്ന സകല ദൈവമക്കളുടെ നടുവില് മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ദൈവം ഇന്ന് രാത്രി അഴിച്ചുവിടുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്റെ പ്രാർത്ഥനാ ഭാഗ്യം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ദൈവസഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാ പറഞ്ഞ ദൂത് ഞാൻ ഈ സഭയോട് വിളിച്ചു പറയുന്നു. ഇതൊരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ്. ഏറ്റെടുക്കാൻ തയ്യാറുള്ള എത്ര ദൈവമക്കളുണ്ട്? ഒരു കുഴപ്പമില്ല. ശക്തിയുടെ ഒന്നാമത്തെ ദിവസമാണ്. ശക്തിയായിട്ട് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞിട്ട് ആമേ കണ്ടതും കേട്ടതും പറഞ്ഞ് ദൈവമക്കൾ ആമേ സംതൃപ്തിയായിട്ട് പറഞ്ഞ് മടങ്ങി പോകത്തില്ല. സഭാരാധനകളിൽ ലോകമയത്വം കയറി കൂടരുത്. ആരാധനായോഗങ്ങൾ വചനം പ്രസംഗിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥലങ്ങളായി മാറുന്നെങ്കിൽ ആത്മീയ ഉണർവ് ദൈവസഭയുടെ നടുവിൽ ആരംഭിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഗോൾഡിനെസ്സും വേൾഡിനെസ്സും ഒരുമിച്ച് പോകത്തില്ല. ദൈവമഹത്വവും ലോകമഹത്വം കൂടെ ഒരുമിച്ച് പോകത്തില്ല. ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമ്പോഴാണ് പരാജയം ഉണ്ടാകുന്നത്. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇത് മനസ്സിലാകുന്നുണ്ട്? either you can love the world or love the world. എന്ത് വേണമെന്ന് തീരുമാനിച്ചാൽ മതി. ആമേൻ. ശ്രദ്ധിക്കണേ, ഞാൻ പെട്ടെന്ന് എടുത്താം. all the water in this world, how hard it tried, could never sink a ship unless it get inside. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? all the evil of this world, the wickedness and sin can never sink the soul's craft unless it got inside. നിന്നെ ഒരിക്കലും മുക്കിക്കളയാൻ പറ്റത്തില്ല ഇതകത്ത് കയറുന്നത് വരെ. ഇന്ന് രാത്രി അത് ഇഴഞ്ഞകത്ത് കയറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിടുതലിന് വേണ്ടിയാണ് കർത്താവ് യോഗം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്യണം. എല്ലാവരും കർത്താവിന് ഒരു നിമിഷം നന്ദിയോടുകൂടെ സ്തുതിക്കണം. ആമേൻ. നമ്മുടെ സഭകളിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്ന ആളുകളെ ശിഷ്യത്വം പഠിപ്പിക്കണം. അവർ ശിഷ്യന്മാരായി തീരണം. സ്തോത്രം. അവർക്ക് ആദ്യം പദവികൾ കൊടുക്കരുത്. അവർക്ക് പദവികൾ കൊടുത്താൽ അവർ അനാത്മീയരായിട്ട് മാറും. അവർ ദൈവസഭകളിൽ പ്രശ്നക്കാരായിട്ട് മാറും. എന്തുകൊണ്ടാണ് പല സഭകളിലെയും പ്രശ്നങ്ങൾ തീരാത്തത്? രക്ഷിക്കപ്പെട്ട് വരുന്ന, സ്നാനപ്പെട്ട് വരുന്ന ആളുകളെ ഉടനെ പിടിച്ച് സെക്രട്ടറി ആക്കും, ഉടനെ പിടിച്ച് ട്രഷറാക്കും. എന്താ കാര്യം എന്നറിയാമോ? സഭ വിട്ടു പോകരുത്. എന്നാൽ ഒരു കാര്യം നീ ഓർക്കണം, അവൻ അനാത്മീയനായിട്ട് മാറുക. എന്താ കാര്യം? അവന് ശിഷ്യത്വത്തിന്റെ ഭാരപാഠം അറിയത്തില്ല. ഇന്ന് രാത്രിയിൽ ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയോടുള്ള ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. ഈ രാത്രി കൃപയിൽ സഭയെ ഭരിക്കാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ വഴിമാറി കൊടുക്കുക. ദൈവകൃപയിൽ സഭയെ നയിക്കാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ വഴിമാറി കൊടുക്കുക. ആത്മീയന്മാരോട് നിൽപ്പുണ്ട്, അവർ സഭ ഭരിക്കട്ടെ. ദൈവത്തിന് ആവശ്യം ആമേൻ ആത്മീയന്മാരെയോടെന്ന് വിശ്വസിക്കുന്ന സഭ ഇന്ന് രാത്രി കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം പറയണം. ഇവിടെ ഒരാൾ പറഞ്ഞു, എന്റെ പാസ്റ്റർ, ഞങ്ങൾക്കൊരു പാസ്റ്ററെ വേണം, പക്ഷെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. Are you with me? ഫ്ലെക്സിബിൾ പാസ്റ്റർ. ഞങ്ങൾക്ക് അങ്ങനെ, എന്റെ ദൈവദാസന്മാരെ, ഞങ്ങൾക്ക് അങ്ങനെ ശുശ്രൂഷ അറിയത്തില്ല. സ്തോത്രം. ഈ വചനം ഏൽപ്പിച്ച ദൈവം ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഈ സ്റ്റേജിൽ ഞങ്ങൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഞങ്ങളെ അയച്ച ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്നവരാണ്. ആമേൻ. വചനത്തെ മാറ്റി ഫ്ലെക്സിബിൾ ആക്കി നിന്നെ സുഖിപ്പിക്കുന്ന ഒരു പ്രസംഗം ചെയ്യാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സഭയിൽ ആളുകൂടിയാൽ
ഇന്ന് രാത്രി സഭയ്ക്കകത്ത് കയറുന്ന ലോകമയത്വം കണ്ടുകൊണ്ട് കരയുന്ന അനേക വിശുദ്ധന്മാരിൽ, അനേക ദൈവഭക്തന്മാരിൽ, അനേക അഭിഷിക്തന്മാർ ഈ ഹോളിലൂടെ ഞാൻ വിശ്വസിക്കുന്നു. ഞാനും കരയുന്നു, ദൈവമേ സഭയെ മടക്കി വരുത്തണമേ. ജീസസ്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു ലോകമയത്വത്തിൽ നിന്ന് ദൈവത്തിന്റെ സഭയെ അനാത്മീയത ആലയത്തിൽ നൃത്തം ചെയ്യുക, അനാത്മീയത ആലയത്തിലേക്ക് ഇഴഞ്ഞു കയറുക, അനാത്മീയത നമ്മൾ അറിയാതെ സുഷിരങ്ങളിലൂടെ ദൈവസഭയ്ക്കകത്തേക്ക് കയറുക. ഇത് കണ്ട് പുറത്താക്കാൻ, ചാട്ടവാറെടുക്കാൻ കഴിയുന്ന കുറെ ദൈവമക്കളെങ്കിലും ഇന്ന് രാത്രി ഹോളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാകുന്നുണ്ട്? ഒന്നുകിൽ നീ ഉപവസിക്ക്, അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്ക്, ഇല്ലെങ്കിൽ വചനം വിളിച്ചു പറ. നീ പറയുന്ന വചനത്തിനകത്ത് ജീവൻ വ്യാപരിക്കും. പെന്തിക്കോസ്ത് സഭയോടാണ്, ആത്മീയന്മാരോടാണ് ഇന്ന് രാത്രി എനിക്ക് സംസാരിക്കാനുള്ളത്. ലോകം ദൈവസഭയ്ക്കകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് മുങ്ങും. എന്നാൽ ഇന്ന് രാത്രി ദൈവം ഒരു ശേഷിപ്പിനെ കണ്ടിട്ടുണ്ട്. ജീസസ്. ദൈവകൃപ, വിശ്വാസം, പ്രാർത്ഥന, ഉപവാസം, ആത്മനിറവ്, ജീവിത വിശുദ്ധി, അതിനാൽ നമ്മൾ ജയിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം പറയാം. എല്ലാവരും ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കാൻ പോയി. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ദൈവത്തിന് നന്ദി പറയാം. അധരം തുറന്ന് ഈ വാചകം നമ്മുടെ അകത്തേക്ക് കയറട്ടെ. സമയമെടുക്കുന്നില്ല. അഭിഷിക്ത ദൈവദാസൻ പിന്നാലെ പ്രസംഗിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒരു നിമിഷം ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നീ പേടിക്കാതെ ഈ ഹോളിൽ നിന്ന് മടങ്ങി പോകരുത്. എന്റെ മുട്ടുകൾ ആടുന്നെന്ന് നീ പറയണം, എന്റെ കൈകൾ വിറയ്ക്കുന്നെന്ന് പറയണം. ഇത് വചനത്തിന്റെ വിശുദ്ധിയാണ്, ഇത് ആത്മാവിന്റെ വിശുദ്ധിയാണ്. നീ തീരുമാനം കൊണ്ടുവരാതിരിക്കുന്നത് കുഞ്ഞെ കളിക്കാനുള്ള സ്ഥലമല്ലത്. ഹല്ലേലൂയ. നീ ഒരു കളിക്കളത്തിലല്ല, ഇത് വിശുദ്ധന്മാർ ദൈവം പ്രസംഗിക്കുന്ന സ്ഥലം. ഇത് സ്റ്റേജ് ഫോം ഇന്ന് രാത്രി നിന്നെ പ്രദർശിപ്പിക്കാനുള്ള സ്ഥലമല്ല, യേശുവിനെ ഉയർത്താനുള്ള സ്ഥലമാണ്. ആരാധനാലയങ്ങൾ യേശുവിനെ ഉയർത്താനുള്ള സ്ഥലമാണ്. അനേക പ്രാവശ്യം ആവർത്തിച്ച് നിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ നീ സഭയിൽ പ്രശ്നക്കാരനാകും. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിന്റെ യാതൊരു കൊണ്ട് യേശുവിന്റെ പേര് പറ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. എനിക്ക് അവസരം ദൈവദാസനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവദാസന്മാരോട് എന്റെ കമ്മിറ്റിയോട് നന്ദി പറഞ്ഞു.